ഇവിടെ ഞാൻ കാഷ്നട്ട്സ് ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് 1.5 കപ്പ്, ഇതിൻ്റെ കപ്പിൻ്റെ അളവ് 1.5 കപ്പ് കാഷ്നട്ട്സ് എടുക്കുക. എന്നിട്ട് അടുപ്പയിൽ വെച്ച് നമുക്ക് അത് വറുത്തെടുക്കാം, റോസ്റ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ ആദ്യം ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഒരു 5-6 മിനിറ്റ് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകാം. ഒരു ചെറിയ തീയിലിട്ട് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. നല്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മളത് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് മൂപ്പിക്കാതെ കുറച്ച് ലൈറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മളത് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം, ഇടിച്ചിടിച്ചിടിച്ച്. കാരണം അത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഈ കാഷ്യൂനട്ട്സിൻ്റെ ക്യാൻഡി പോലെ നമുക്ക് ശർക്കരയ്ക്കകത്ത് ഉരുക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം, ഇതുപോലെ ഇടിച്ചിടിച്ച്. ഇനി നമ്മൾ ഈ കടായിൽ ഓണാക്കി നമ്മൾ ഒരു 1/2 കപ്പ് ശർക്കര ചേർക്കുക. നല്ല കട്ടിയുള്ള ശർക്കര ആയിരിക്കും. അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഉരുക്കാൻ. ഒരു 1/2 കപ്പ് ഒരു ശകലം ഒരു 3 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഇതങ്ങ് ഉരുക്കിയെടുക്കണം. വെള്ളം ചേർത്ത് നമ്മൾ ഈ ശർക്കര ഇങ്ങനെ പൊടിച്ചെടുക്കണം. ഇത് നല്ലപോലെ അലിയണം, എന്നാലേ നമുക്ക് ഈ കാഷ്യൂനട്ട്സ് ക്യാൻഡി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാഷ്യൂനട്ട്സ് ഇട്ടാണ് നമ്മൾ ഈ ക്യാൻഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നല്ലപോലെ ഉരുക്കി പിന്നെ അരച്ചെടുക്കണം. ഓക്കെ, ഇത് നമ്മൾ ചൂടാക്കി സമയമെടുത്ത് ചെയ്യണം. ഇതുപോലെ നമുക്ക് ശർക്കര വറ്റിച്ചെടുക്കണം. ഇനി നമ്മളത് അരിച്ചെടുക്കാൻ പോവുക. അരിച്ചെടുത്തെങ്കിൽ നമ്മുടെ അതിൻ്റെ കല്ലും മണ്ണും എല്ലാം പോകത്തുള്ളൂ. ഇനി ഈ ശർക്കര നമ്മൾ അരിച്ചെടുക്കാൻ പോവുക. ഇതുപോലെ ഈ നൂൽ പരുവത്തി വരും നമ്മുടെ ശർക്കര. അപ്പം നമ്മളൊരു പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർക്കണം. അരിച്ചെടുത്തിട്ട് ഒരു പിഞ്ച് ഇത് ശകലം ഒരു പിഞ്ച് നമ്മുടെ കടയിൽ കിട്ടുന്ന മാതിരി പിഞ്ച് ഒരു സോഡാപ്പൊടി ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. നൂൽ പരുവത്തി കേട്ടണം. ഇതുപോലെ ആവും നമ്മുടെ. ഇനിയിപ്പം നമുക്ക് കാഷ്യൂനട്ട്സ് ചേർക്കണം. നമുക്ക് ഇങ്ങനെ ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീ ഇട്ടിട്ട് നമുക്ക് അന്നേരം കാഷ്യൂനട്ട്സ് ഇടാം. ഇതുപോലെ നമ്മൾ കാഷ്യൂനട്ട്സ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കാഷ്യൂനട്ട്സ് ക്യാൻഡി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് മിശ്രിത അതിനകത്തോട്ട് ചേർത്തിടണം. അപ്പം ഇതിനകത്ത് നമ്മൾ കാഷ്യൂനട്ട്സ് ക്യാൻഡി ഇടും. ഫോയിൽ പേപ്പർ ആദ്യം ഇതിനകത്തോട്ട് ഇട്ടിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് നമുക്ക് കാഷ്യൂനട്ട് ക്യാൻഡി ഇതുപോലെ പ്രസ് ചെയ്ത് സ്പാച്ചുല വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാം. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. അപ്പം തന്നെ ചൂടോടെ നമ്മളത് ഇടണം. പ്രസ് ചെയ്ത് വെക്കണം. എല്ലാവർക്കും കാഷ്യൂനട്ട്സ് ക്യാൻഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ എൻ്റെ വീഡിയോസ്.
ബെൽ ഐക്കൺ പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.